പിന്നെ ഇത് മലപ്പുറം ജില്ലയിൽ നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ഒരു വീട്ടിൽ നിന്നും ഇരട്ടകൾ നീറ്റ് എക്സാമിനേഷനിൽ ഉയർന്ന റാങ്കോട് കൂടി വിജയിച്ചു എന്ന് മാത്രമല്ല ഇനി MBBS ഒരുമിച്ച് പഠിക്കില്ല എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാം. ഏതായാലും സന്തോഷം. ഹായ്, പേര് പറയും. എൻ്റെ പേര് സന. സന. എൻ്റെ പേര് സിയ. സിയ. ഒരുമിച്ച് തന്നെ എപ്പോഴും അല്ലേ? ഇവരുടെ മാഷ് പറഞ്ഞ എന്നോട് എന്താ പറയുക വന്നപ്പോൾ അതെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഒരുമിച്ചാണ് ഈ ഹൈസ്കൂളൊക്കെ +2 ഒക്കെ ഒരുമിച്ചായിരുന്നു. ഭയങ്കര മത്സരിച്ച് പഠിക്കുന്ന കുട്ടികളാണ് അത്രേ. അപ്പോൾ അതിൽ ഒരു മാർക്ക് ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ കംപ്ലൈൻ്റ് ആയിട്ട് വരുമല്ലോ, ഞാനും നല്ലപോലെ പഠിച്ചാൽ എങ്ങനെ കുറഞ്ഞു എന്നുള്ളത്. അതായത് നല്ല ആവേശത്തോടു കൂടി പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഇത്ര റാങ്ക് നേടിയത്. കാരണം നീറ്റിൻ്റെ സ്ഥിതി അറിയല്ലോ അല്ലേ? എന്തപ്പോൾ ഈ വർഷം കുട്ടികൾ സഹിച്ചൊരു സൈക്കിള്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? എത്രത്തോളം ടെൻഷൻ അടിച്ചു? ആദ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഇയാളെ റാങ്ക് എത്രയായിരുന്നു? ഇപ്പോഴത്തെ റാങ്ക്? ഇപ്പോൾ ആദ്യത്തെ റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത സ്കോറൊക്കെ നല്ലതായിരുന്നു. ഇപ്പൊ നല്ല ഹൈ സ്കോർ ആയിരുന്നു. ഇപ്പൊ എത്ര മാർക്ക്? ഇപ്പൊ 621. 621. വാ, ഗ്രേറ്റ്. ഇയാളെ മാർക്ക് 567. 567. നോക്കി നിങ്ങള് നല്ല റാങ്കുകളാണ്. അപ്പൊ ആദ്യത്തെ റദ്ദ് ചെയ്തപ്പോ എന്താ തോന്നിയത്? അതാണ് പ്രശ്നം. ആ മാനസികാവസ്ഥ അറിയണ്ടല്ലേ? ഓക്കെ. ഉമ്മ ഉണ്ട്, വല്യപ്പുണ്ട്, പിന്നെ മാഷുണ്ട്, മുസ്വാക്കുണ്ട്. എന്താണ് ആ മാനസികാവസ്ഥ ഉണ്ടായിരുന്നത്? ആദ്യത്തെ റദ്ദ് ചെയ്തപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അടുത്തതിൽ ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ലേനു. അത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പേപ്പറായിരുന്നു. അപ്പൊ ഇനി അടുത്തത് എങ്ങനെയാവും അറിയില്ലേനു. പിന്നെ നമ്മളവിടെ വീക്കായിരുന്നാല് ബാക്കിയുള്ളവര് നമ്മളെ വീക്കായിരുന്നിട്ട് കാര്യമില്ലല്ലോ. അടുത്ത എക്സാമിൽ എഴുതിയാലല്ലേ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ വെച്ചിട്ട് പിന്നെ അങ്ങനെ പഠിച്ചു. ഞങ്ങൾ രണ്ടാളുണ്ടായോണ്ട് നല്ല സുഖമായിരുന്നു ഡൗട്ടൊക്കെ ചോദിക്കാനൊക്കെ. എന്ത് തോന്നുന്നു നിങ്ങൾ ഈ പഠന രീതി എത്ര ടൈം പഠിക്കുമോ? ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ നല്ല ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. മീൻസ് നമുക്ക് കുറേ ടൈം പഠിക്കാൻ കിട്ടും. ഹോസ്റ്റലിലാകുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു 7 മണി വരെ പഠിക്കും. 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അങ്ങനെ ഒരു 8 മണി വരെ കുറച്ച് ബ്രേക്ക് കിട്ടും. അപ്പോൾ പിന്നെ 8 മണി മുതൽ പഠിക്കും. എന്നിട്ട് തുടങ്ങിയിട്ട് 10:30 വരെ പഠിക്കുക. 10:30ക്ക് ഒരു 10:45 വരെ ബ്രേക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ പഠിക്കുക. പിന്നെ 1 മണി വരെ പഠിക്കുക. പിന്നെ ബ്രേക്ക്, ഫുഡ് കഴിക്കുക. പിന്നെ 2 മണിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക. 4 മണി വരെ പഠിക്കുക. 4 മണിക്ക് നമുക്ക് നിസ്കരിക്കാനും കുളിക്കാനൊക്കെ ടൈം കിട്ടും. പിന്നെ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ വീണ്ടും സ്റ്റഡികൾ കയറുക. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്ക് ഉണ്ടാവും. മഗ്‌രിബ് നിസ്കരിക്കാനും ഇശാ നിസ്കരിക്കാനും പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ രാത്രി 10:45 വരെ പഠിക്കുക. അതിന് ശേഷം ആണെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാം. ഓക്കെ. ഇതാണ് ഓരോ വിജയത്തിന് പുറകിലും ഒരു വലിയ കഠിനാധ്വാനം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ തെളിവാണ്. ആസ്വദിച്ചാ പഠിച്ചിരുന്നത്? ഞങ്ങൾ രണ്ടാളുണ്ടായോണ്ട് നല്ല സുഖമായിരുന്നു. പിന്നെ പേരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ നല്ല സപ്പോർട്ടായിരുന്നു. ഈ ഒരു ഡ്രീം നീറ്റ് വേണം, MBBS വേണം എന്നൊക്കെ അന്ന് തന്നെ പണ്ടൊരു ഡ്രീം മുതൽ കിട്ടിയതാണ്. ചെറുതായപ്പോ ഉണ്ട്. പിന്നെ പേരൻസിന് നല്ല ഇഷ്ടമായപ്പോ പിന്നെ അതിന് പോവാ വിചാരിച്ചു. ആണല്ലേ? ഇതുവരെ ഒരുമിച്ച് തന്നെയാണ് എല്ലാ ക്ലാസ്സിലും? ഇതുവരെ ഒരുമിച്ചാണ്. ഇനി എങ്ങനെ അറിയില്ല. അല്ല, അൽഹംദുലില്ലാ റാത്ത്. ഇത് പോരെ, നല്ലൊരു ടേണിംഗ് പോയിന്റിൽ എത്തിയില്ലേ? ഓക്കെ, സന്തോഷം. പിന്നെ ഉമ്മ ഉണ്ട് ഇവിടെ. ഉമ്മ ടീച്ചറാണോ? തോന്നുന്നു. എന്ത് തോന്നുന്നു? ഏത് സ്കൂളിൽ വർക്കാണ്? ഞാൻ ചാപ്പനങ്ങാടി. പേരെന്താ? ഖദീജ. BMM UP സ്കൂളില് UPST. എന്താ ഈ നിമിഷം എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട്. ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോയിരുന്നു. കാരണം ചെറുപ്പം മുതലേ ഒരേ റേഞ്ചിലായിരുന്നു പഠിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഒരു സ്കോളർഷിപ്പ് എക്സാമിന് ആ ഒരു റേഞ്ചിൽ രണ്ടാൾക്കും എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മദ്രസ ആണെങ്കിലും സ്കൂളിലാണെങ്കിലും മാർക്കിലൊന്നും ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ, 1-2 മാർക്ക്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നീറ്റ് എന്ന് പറഞ്ഞാൽ ആ ടെൻഷന്, ആ ഒരു സമയത്ത് ഇത് കണ്ടന്റ് അറിയാമെങ്കിലും ആ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടെൻഷൻ വന്നാലൊക്കെ പോകുന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോൾ 2 പേർക്കും ഗവൺമെൻറ് സീറ്റ് കിട്ടുന്നൊരു റാങ്കിലെത്തിയതുകൊണ്ട് സന്തോഷം. വല്യപ്പങ്ങളെ പേര് എൻ്റെ ഉപ്പാൻ്റെ പേര്? നിങ്ങളുടെ ഉപ്പാൻ്റെ പേര്? സലീം. എന്താണ്? ബാങ്കിൽ വർക്ക് ചെയ്യുക. വല്യപ്പ അല്ലേ? എന്താ പേര്? എന്ത് തോന്നുന്നു? ഓക്കെ. പേരക്കുട്ടിയൊക്കെ കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷമാണ്. അൽഹംദുലില്ലാ റാഹത്താണ്. ഓക്കെ. എന്താണ് മാഷെ പേര്? യാക്കൂബ് മാഷെ. ഒന്ന് പറഞ്ഞേക്ക്, നിങ്ങളാണ് ആ പോയിന്റ് പറഞ്ഞത്. എന്താ തോന്നുന്നത് ഈ കുട്ടികളെ കുറിച്ച് പറയും? വളരെ നല്ല കുട്ടികളാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി ഞാൻ പറഞ്ഞല്ലോ, നന്നായി മത്സരിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഗ്രേസ് മാർക്കോ മറ്റാനുകൂല്യം കിട്ടാതെ തന്നെ A+ കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പിച്ച കുട്ടികളാണ്. മുസാക്ക് എന്ത് തോന്നുന്നു? അല്ല, അത് നമ്മുടെ സുഹൃത്തിൻ്റെ മക്കളാണ്.
അപ്പോൾ ഇവരെ പിതാവ് നല്ല പഠിക്കുമെന്ന് പറയലുണ്ട്. പക്ഷെ ഇവരെ പാരൻസ് പൊതുപ്രവർത്തകർ, രണ്ടാളും പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു. ഒരാൾ വൈസ് പ്രസിഡന്റാണ്, ഒരാൾ മെമ്പറായിരുന്നു. ഉമ്മ വൈസ് പ്രസിഡന്റ് പൊന്മള പഞ്ചായത്ത്. അവർക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റായിട്ട് ഈ കുട്ടികൾ സ്വന്തം അച്ചീവ് ചെയ്തല്ലോ. അതന്നെ വലിയ നല്ല കയ്യടി. എന്താണ് സാദിഖ് വട്ടപ്പറമ്പ് നമ്മുടെ സുഹൃത്തിന്റെ അയൽവാസികളാണ്. അയൽവാസി മാത്രമല്ല മൂത്താപ്പയാണ്. മൂത്താപ്പാന്റെ പേരെ കുട്ടികളാണ്. ആണല്ലേ? സാദിഖ് എന്താ ഒരു ഇതും കൂടെയാണ് ഇത് നേടാനുള്ള ഒരു മൂപ്പരെ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞുണ്ട്. ആണല്ലേ? എന്താ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒരു നീറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 20 ലക്ഷത്തിന് മുകളിൽ എഴുതിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തപ്പെട്ടു, എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്ത് എക്സാം ആണ്, എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു. നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, പിന്നെ നല്ല പോലെ ഇരുന്ന് പഠിക്കുക. കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിച്ചിട്ട് കിട്ടണമെന്നില്ല. കാരണം ഇതിൽ നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ശരിക്കും ആ കൺസെപ്റ്റ് അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ശരിക്ക് പഠിക്കുക, പിന്നെ നല്ലോണം പ്രാർത്ഥിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കിട്ടണം എന്നില്ല, പ്രാർത്ഥിക്കണം നല്ലോണം. അപ്പോഴൊക്കെ തന്നെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ക്യാമറ കൈകാര്യം ചെയ്ത ആള് അനിയത്തിയാണ് അല്ലേ? പേര് പറഞ്ഞു കൊടുക്ക്. എന്താ താത്തമാർക്ക് പിന്നെ പരീക്ഷ പാസ്സായി, ഇനി ഡോക്ടർമാരാവാൻ പോകണം, നല്ലൊരു അഭിമാനം ഉണ്ട്. നന്നായിട്ട് ക്യാമറ കൈകാര്യം ചെയ്തല്ലോ. പഠിച്ചിട്ടുണ്ടോ? നിനക്ക് എന്താണ് ആഗ്രഹം? പൈലറ്റ്. ഓ വാ, അപ്പോൾ വീട്ടിൽ നിന്നൊരു പൈലറ്റും ഉണ്ടാവട്ടെ കേട്ടാ. ഇപ്പം എത്രയിലാണ് പഠിക്കണേ? 7 അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.